മമ്മൂട്ടി സിനിമകൾ എപ്പോഴും ഓഡിയൻസിനിടയിൽ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടാറുണ്ട്. എനിക്കിന്ന് കോവിഡിന് ശേഷമാണ് അത് കൂടുതൽ തരംഗമായത്. ഒരുപക്ഷെ റിലീസായിരുന്നെങ്കിൽ കൂടുതൽ തരംഗമാകേണ്ട അൺഫിനിഷ്ഡ് ആയിട്ടുള്ള മമ്മൂട്ടി സിനിമകളുണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സൂപ്പർ ഹിറ്റായിട്ടുള്ള പോക്കിരാജയ്ക്ക് ശേഷം മമ്മൂട്ടിയും പൃഥ്വിരാജും ഒന്നിക്കേണ്ടിരുന്നൊരു സിനിമയുണ്ടായിരുന്നു. 1940-50 കാലഘട്ടത്തിലെ കർഷക സമരമായിരുന്നു ഈ ഒരു സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അമൽ നീരദായിരുന്നു സിനിമ സംവിധാനം ചെയ്യാൻ പോകേണ്ടിരുന്നത്. എന്നാൽ സിനിമയുടെ ഹെവി ബഡ്ജറ്റ് കാരണം സിനിമ ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ ഇറങ്ങിയിരുന്നെങ്കിൽ തരംഗമാകേണ്ട ഒരു സിനിമയായിരുന്നു അമൽ നീരദ്, പൃഥ്വിരാജ്, മമ്മൂട്ടിയിൽ കോമ്പോയുള്ള ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. മമ്മൂട്ടിയുടെ ആദ്യ സിനിമ ആകേണ്ടിയിരുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. MD വാസുദേവൻ നായർ തിരക്കഥയും സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമ ചെറുകാടിൻ്റെ ദേവലോകം എന്ന് പറഞ്ഞ കഥയെ ബേസ് ചെയ്താണ് വന്നത്. ഈ ഒരു സിനിമയുടെ പേരും ദേവലോകം എന്നായിരുന്നു. സിനിമയൊക്കെ ഷൂട്ട് ചെയ്തു, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ മൂലം സിനിമ തിരശ്ശീലയിൽ വന്നില്ല. സഖാവ് പാപ്പച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചത്. അതായിരുന്നു ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ആദ്യ സിനിമയാകേണ്ടിയിരുന്ന സിനിമ എന്ന് പറയുന്നത്. ഒരേ വർഷം തന്നെ ഇറങ്ങിയ 2 സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു മോഹൻലാലിൻ്റെ ഹലോയും മമ്മൂട്ടിയുടെ മായാവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 സിനിമയിലെ കഥാപാത്രങ്ങളെ ഒരു ക്രോസ് ഓവർ ചെയ്ത് ഹലോ മായാവി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് രൂപകൽപ്പന ചെയ്തിരുന്നു ഷാഫി എന്ന് പറഞ്ഞ ഡയറക്ടർ. സിനിമയുടെ തിരക്കഥ എഴുതിയിരുന്ന റാഫി മക്കാട്ടിനായിരുന്നു. എന്നാൽ ആ ഇൻഡസ്ട്രിയിൽ തന്നെ ചില ഭിന്നതകൾ കാരണം ഈ ഒരു സിനിമ സംഭവിക്കുകയുണ്ടായില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറയുകയുണ്ടായി, അത് കാരണമാണ് ആ ഒരു സിനിമ സംഭവിക്കാത്തതെന്ന്. അതുപോലെ തന്നെ മായാവിയുടെ സെക്കൻഡ് പാർട്ടിനെ പറ്റിയും ഷാഫി ആലോചിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. ഒരുപക്ഷെ നടന്നിരുന്നെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ കോമ്പോയിലുള്ള മറ്റൊരു മെഗാ ഹിറ്റ് സിനിമയായിരുന്നു ഹലോ മായാവി എന്ന് പറയുന്നത്. ഡെന്നിസ് ജോസഫ് എന്ന് പറഞ്ഞ കഥാകൃത്തിനെയും സംവിധായകനെയും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. മനുവങ്കിൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭം എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം മമ്മൂട്ടി വെച്ച് അദ്ദേഹം ഒരു സിനിമ പ്ലാൻ ചെയ്യുകയുണ്ടായി. വെൺമേഘ ഹംസങ്ങൾ എന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര്. പക്ഷേ നടന്നില്ല. കാരണം എന്ന് പറയുന്നത് ഗൾഫ് വാർ നടന്ന ആ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പോയത്. അതായത് ഗൾഫ് ആയിരുന്നു ഈ ഒരു സിനിമയുടെ പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ ഹെവി ബഡ്ജറ്റും സിനിമയെ പ്രതികൂലമായി ബാധിച്ചു. സാക്ഷാൽ രജനീകാന്തും സുരേഷ് ഗോപിയും ആയിരുന്നു ഈ ഒരു സിനിമയിൽ കാമിയോ അപ്പിയറൻസ് ആയിട്ട് വരുന്നത്. നടന്നിരുന്നെങ്കിൽ മറ്റൊരു ഗംഭീര ഹിറ്റാകേണ്ട സിനിമ കൂടിയായിരുന്നു വെൺമേഘ ഹംസങ്ങൾ എന്ന് പറയുന്നത്. അൽഫോൻസ് പുത്രനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രേമം നേരം എന്ന് പറഞ്ഞ സിനിമ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അപ്പോൾ അതിനുശേഷം അൽഫോൻസ് പുത്രൻ മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്യുകയുണ്ടായി. ഇതിലെ വില്ലൻ വേഷം കൈകാര്യം ചെയ്തിരുന്നത് തമിഴ് നടനായ അർജുൻ വിജയായിരുന്നു. പക്ഷേ സിനിമയുടെ ഹെവി ബഡ്ജറ്റ് കാരണം സിനിമ സംഭവിച്ചില്ല. ഒരുപക്ഷെ ആ ഒരു സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ മറ്റൊരു മെഗാ ഹിറ്റ് കൂടി മമ്മൂട്ടിക്ക് കിട്ടിയേനെ. ഫയർ ബ്രാൻഡ് കോംബോയാണ് മമ്മൂട്ടി ഷാജി കൈലാസ് എന്ന് പറയുന്നത്. ഇരുവരും ഒന്നിച്ചപ്പോൾ കിട്ടിയ സിനിമകളെല്ലാം തന്നെ ഗംഭീര ഹിറ്റുകളായിരുന്നു. എന്നാൽ വേറെ കുറച്ചധികം സിനിമകൾ ഇവരുടെ നടക്കാതെ പോവുകയുണ്ടായി. അതായത് ഇവർ ഒരുപാട് സിനിമകൾ പ്ലാൻ ചെയ്തു, പക്ഷേ അതൊന്നും നടക്കാതെ പോവുകയുണ്ടായി. അങ്ങനെയുള്ള സിനിമകളാണ് പരമാധികാരം, കേണൽ, സൺ ഓഫ് ഇന്ത്യ, ഇരിട്ടി വാവച്ചൻ എന്നൊക്കെ പറയുന്നത്. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഏറെ പ്രതീക്ഷയുള്ള സ്വഭാവങ്ങളുള്ള സിനിമകൾ കൂടിയായിരുന്നു. പക്ഷേ ഇതൊന്നും ഈ ബഡ്ജറ്റ് കാരണവും അതുപോലെ തന്നെ ചില ഡേറ്റ് ഡിലേ കാരണവും നടക്കാതെ പോവുകയുണ്ടായി. മമ്മൂട്ടി സുരേഷ് ബാബു കോംബോയിൽ വരേണ്ട ഒരു സിനിമയായിരുന്നു കായൽ സാമ്രാട്ട് എന്ന് പറയുന്നത്. മമ്മൂട്ടി 3 വേഷങ്ങളിൽ അണിനിരക്കേണ്ട ഒരു സിനിമ കൂടിയായിരുന്നു. വ്യത്യസ്തമായ ഒരു പ്രമേയം ബേസ് ചെയ്യാണ് സുരേഷ് ബാബു ഈ ഒരു സിനിമ കൊണ്ടുവന്നത്. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ ഈ ഒരു സിനിമയും സംഭവിക്കാതെ പോവുകയുണ്ടായി. മമ്മൂട്ടി ഹരിഹരൻ കോംബോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ചാരുതയാണ് ആ ഒരു കോംബോയിലുള്ള. ആ ഒരു കോംബോയിൽ വരേണ്ട ഒരു സിനിമയായിരുന്നു തമ്പുരാൻ എന്ന് പറയുന്നത്. 1991 റിലീസ് ചെയ്യേണ്ട സിനിമ കൂടിയായിരുന്നു തമ്പുരാൻ എന്ന് പറയുന്നത്. മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത് ലോഹിതദാസ് കഥ എഴുതിയൊരു സിനിമയായിരുന്നു തമ്പുരാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പോസ്റ്ററൊക്കെ റിലീസ് ചെയ്തായിരുന്നു. സിനിമ ഷൂട്ട് ചെയ്യുകയുണ്ടായി, പക്ഷേ എന്തുകൊണ്ടോ സിനിമ വെളിയിൽ വന്നില്ല. ഇതിൻ്റെ ഗാനങ്ങളെല്ലാം തന്നെ സ്പോട്ടിഫൈയിലും യൂട്യൂബിലും എല്ലാം അവൈലബിൾ ആണ്. മനോഹരമായ ഗാനങ്ങളാണ് സലീൽ ചൗധരി ഈ ഒരു സിനിമയിൽ ചിത്രീകരിച്ചത്. പക്ഷേ ഈ ഒരു സിനിമയും സംഭവിക്കാതെ പോവുകയുണ്ടായി. കൂലിയുടെ ഓഡിയോ ലോഞ്ചിൽ ലോകേഷ് തന്നെ പറയുകയുണ്ടായി, രജനീകാന്തിനെ ആദ്യം സമീപിച്ചപ്പോൾ അദ്ദേഹത്തിനെ വില്ലനാക്കി ഒരു സിനിമ ചെയ്യാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. എന്നാൽ ആ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തേണ്ടിയിരുന്നത് മമ്മൂട്ടി കൂടിയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമകളൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു തരംഗമായേനെ. അപ്പോൾ ഇതൊക്കെയാണ് മമ്മൂട്ടിയുടെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന മമ്മൂട്ടിയുടെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള സിനിമകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.